എന്തായാലും ആ കണക്ക് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. 937 എന്നുള്ള വോട്ട് സജിത്ത് പറഞ്ഞതുപോലെ മുൻപ് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാൻ കൂടിയായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോൾ നിലമ്പൂരിലെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് പ്രചാരണത്തിൽ പങ്കെടുത്തത്? ഈ വലിയ ദിവസങ്ങളോളം ഉയർന്നു നിന്ന രാഷ്ട്രീയ വിഷയങ്ങളാണോ ജനങ്ങൾ ചർച്ച ചെയ്തത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കാനൊക്കാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, BJPക്ക് എത്ര വോട്ടുണ്ട്? 5000 ഇല്ല, 2000 ചില്ലറയുള്ളതെന്ന് തോന്നുന്നു. എവിടെ പോയി വേറെ വോട്ട്? ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട്, മറുപുറേ ഒരു മുസ്ലിം വികാരം ഉണ്ടായി. അപ്പോൾ തിരിച്ച് ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോൾ ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ ആ സീറ്റ് നിങ്ങൾക്കറിയാം, പണ്ട് തൊട്ട് തന്നെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നതും UDFിൻ്റെ സീറ്റായിരുന്നത്. ആ UDFിൻ്റെ സീറ്റിൽ നിന്നും മത്സരിച്ചുകൊണ്ടിരുന്നതും ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആര്യാടനാണ്. ആര്യാടൻ്റെ മകനാണ് തുടർന്ന് മത്സരിക്കുന്നത്. ആര്യാടൻ ഒരു മതേതര ചിന്തയോടുകൂടിയൊന്നും എല്ലാവരുടെയും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ നിന്നപ്പോൾ നേരത്തെ തൊട്ട് ലീഗും ആര്യാടനുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനകളും ഉണ്ടായെങ്കിൽ പോലും ഇന്നതെല്ലാം മാറിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ വിചാരത്തോടു കൂടി ആര്യാടൻ്റെ മകൻ ജയിപ്പിക്കുവാൻ ലീഗിൻ്റെ ഒരു പ്രസ്റ്റീജായി കണക്കായിക്കൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണാം, ജയത്തിൻ്റെ ആരവം മുഴക്കുമ്പോൾ അവിടെ പൊങ്ങുന്നത് കോൺഗ്രസിൻ്റെ കൊടിയല്ല, ലീഗിൻ്റെ കൊടിയാണ് ഉയർത്തി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയം ലീഗിൻ്റെ വിജയമാണ്, കോൺഗ്രസിൻ്റെ വിജയമല്ല. അപ്പം ലീഗിൻ്റെ വിജയമായി കണ്ടുകൊണ്ട് വേണം ഇതിനെ കാണാൻ. അതേസമയം ഇടതുപക്ഷത്തിന് ചിഹ്നം വെച്ചുകൊണ്ട് അത് മത്സരിച്ചു. ആ മത്സരത്തിൽ തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഏതാണ്ട് 6000-7000 ആണെന്ന് തോന്നുന്നു. വലിയൊരു മഹാഭൂരിപക്ഷം 20,000-25,000 ഒക്കെ ഓരോരുത്തർ പറഞ്ഞതാണ്. ഇതൊന്നും വരത്തില്ല. 10,000 മുകളിലോ 15,000 താഴെയോ മാത്രമേ ഭൂരിപക്ഷം കിട്ടൂ. ഇത്രയും വാശിയേറി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു മത്സരം നടത്തിയപ്പോൾ ആ മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന, അതും പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച ആളിന് കിട്ടിയ വോട്ട് തീരെ കുറവല്ല. അതുകൊണ്ട് ഇടതുപക്ഷവും അവിടെ തോറ്റെന്ന് പറയാൻ സാധിക്കില്ല. ഇടതുപക്ഷം സാങ്കേതികമായി തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് അഭിമാനകരമായ വോട്ട് നേടുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അൻവറിനും അഭിമാനകരമായ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിജയിച്ചു എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. കാരണം ഇന്ന് BJPയുടെ വോട്ട് എവിടെ പോയി? BJPക്ക് 12,000 വോട്ടുണ്ടായിരുന്നല്ലോ, ആ വോട്ട് എവിടെ പോയി? അത് കിട്ടുകയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കാരണം അവിടെ വികാരം എന്തായിരുന്നു? ഒരു മുസ്ലിം വികാരവും ഇളക്കി വിട്ടിരുന്ന ലീഗ്. ആ മുസ്ലിം കൺസോളിഡേഷൻ അപ്പുറം ഉണ്ടായപ്പോൾ ഇപ്പുറേ ഒരു ഹിന്ദു കൺസോളിഡേഷൻ സ്വാഭാവികമാണല്ലോ. അപ്പോൾ BJPയുടെ വോട്ട് അങ്ങോട്ട് പോകും എന്ന് അനുമാനിച്ചു ഞാനെങ്കിൽ അത് ശരിയാണെന്ന് ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം സ്ഥാനാർത്ഥി പറഞ്ഞെങ്കിൽ പറഞ്ഞോട്ടെ, UDFിലേക്ക് എങ്ങനെ പോകാനുള്ള സാധ്യത? ആയിരിക്കാം അവർ നിർത്തിയത്, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും വോട്ട് വിട്ടട്ടെ എന്ന് കണക്കാക്കിയായിരിക്കും നിർത്തിയത്. പക്ഷെ അത് പൊളിഞ്ഞുപോയി. കാര്യത്തോട് അടുത്തപ്പോഴത്തേക്ക് വികാരം മാറി, ട്രെൻഡ് മാറിയപ്പോൾ എനിക്കറിയാം, നിലമ്പൂർ ഞാൻ പോയിട്ടുള്ള ആളല്ലേ. ഞാനവിടെ പോയൊരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിലല്ലേ എന്നെ ക്രൂശിക്കാൻ ലീഗ് കാണിക്കുന്ന ഏകാധിപത്യവും
വിവേചനം കാണിക്കുമ്പോൾ ആ സ്ത്രീ സമുദായത്തോട് ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ അവരെ എതിർക്കുന്നു എന്നും പറഞ്ഞ് വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതും എൻ്റെ കോലം കത്തിച്ചതും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. അവിടെ UDF-ന് ഏതാണ്ട് 60,000-ലധികം വോട്ടുണ്ടായിരുന്നാണ് കഴിഞ്ഞ പാർലമെന്റിൽ. പക്ഷേ നേരെ ഇപ്പോൾ എനിക്ക് 18 താഴെ ചുരുങ്ങിയില്ല. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി അതിനെപ്പറ്റി. അത് ഒരിക്കലും അങ്ങനെ ഓരോരുത്തരുടെയും മനപ്പായസം കണക്കാക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ മാരാരിക്കൽ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഒരു മത്സരം നടന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാൽ അതായിരിക്കും കേരളത്തിലെ പാർലമെൻറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുഖമുദ്രയും അല്ലെങ്കിൽ മാനദണ്ഡം അല്ലെങ്കിൽ മാർഗരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനവാസം അകത്താൽ അന്യാഹാരം ഇരിക്കുന്നത് പറയുന്നത് ഇതൊരു പ്രചരണത്തിൽ പറയാം. ലീഗിന്റെ വിജയമാണെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ലീഗിന്റെ വിജയമാണെന്ന് കോൺഗ്രസിന്റെ അല്ല. വെള്ളാപ്പള്ളി നടേശന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണമാണ്. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്ന പല കണക്കുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികപരമായി ജയിച്ചിട്ടുണ്ടെങ്കിലും അത് കോൺഗ്രസിന്റെ ജയമല്ല, അത് ലീഗിന്റെ ജയമാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഹിന്ദു വോട്ടുകളുടെ